വന്ദേ മാതരം സ്വാതന്ത്ര്യ ദിനത്തിൽ ആലപിക്കാനാണ് ഇവർക്കൊക്കെ ബുദ്ധിമുട്ട്. പക്ഷേ ഇന്ത്യയിൽ ജനിച്ചു നാം, ഇന്ത്യയിൽ വളർന്നു നാം എന്ന രീതിയിൽ അർത്ഥവത്തായ ലാ ഇല്ലാഹി ഇല്ലല്ല എന്ന ഗാനം വഴിയിൽ സ്റ്റഡി ആയിട്ട് നിന്ന് എന്തൊക്കെയോ പേക്കൂത്ത് കാണിച്ച് അതേപോലെ ഇന്ത്യയുടെ കൊടിയും പിടിച്ച് മുന്നിലൂടെ നടന്നു പോയിട്ട് ഞാൻ ദേശസ്നേഹിയാണ്, ഞാൻ രാജ്യസ്നേഹിയാണെന്ന് വിളിച്ചോടാനായിട്ട് ഇവറ്റകൾക്ക് ഒരു നാണവും ഇല്ല, മാനവും ഇല്ല. അതായത് പറഞ്ഞു വരുന്നത് ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ്, ആ ദിനത്തിൽ വന്ദേ മാതരം പാടണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പാടാൻ പറ്റില്ല, കാരണം ഞാൻ ബഹുദൈവ വിശ്വാസിയല്ല, ഞാൻ ഏകദൈവ വിശ്വാസിയാണ്, അതുകൊണ്ട് എനിക്കിത് പാടാൻ പറ്റുകയില്ല എന്ന് അവിടെ ഇവിടെ ഉയർന്ന ശബ്ദങ്ങളും സാംസ്കാരിക നായകന്മാരുടെ ശബ്ദങ്ങളും എല്ലാം നമ്മൾ കേട്ടു. പക്ഷെ ഇതിനനുസരിച്ച് ഇങ്ങനത്തെ ഒരു ഗാനം വഴിയിലൂടെ പാടുമ്പോൾ അതൊന്നും ആർക്കും ഒരു പ്രശ്നവുമല്ല. കാരണം ഇന്ത്യയുടെ കൊടിയും പിടിച്ച് ഇന്ത്യയിൽ ജനിച്ചു നാം, ഇന്ത്യയിൽ വളർന്നു നാം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ വളർന്ന ഇവർക്കൊക്കെ വന്ദേ മാതരം മുഴുവൻ പാടിയാൽ എന്താ പ്രശ്നം? ഇങ്ങനെയൊക്കെ കാണിച്ച് പേക്കൂത്ത് കാണിച്ച് നടന്നു പോകുമ്പോൾ അവരെ തടയാൻ ആരുമില്ല. ഇനി അവരെ തടഞ്ഞവർക്കെതിരെയാണ് ഇവിടെ കേസ് എടുക്കുന്നത്. കാരണം എന്താണെന്നറിയോ? ഇവിടെ ഇതൊക്കെ പ്രീണനത്തിന്റെ രാഷ്ട്രീയമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ വോട്ട് കിട്ടണമെങ്കിൽ നാലാൾക്കാരുടെ, അതായത് സാംസ്കാരിക നായകന്മാർ ഉൾപ്പെടെയുള്ള പല ആളുകൾക്കും സാമുദായിക നായകന്മാരുടെ വീടുകളിൽ ചെന്ന് കയറി അനുഗ്രഹം വാങ്ങിയാൽ മാത്രമേ ഇവർക്കൊക്കെ അടുത്ത ലോക്സഭയിലും നിയമസഭയിലും തെരഞ്ഞെടുപ്പിലൊക്കെ മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ തിളങ്ങാൻ പറ്റുകയുള്ളൂ. അധികാരമില്ലെങ്കിൽ വെറും പണമില്ലെങ്കിൽ പിണം എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് ഇവരുടെയൊക്കെ കാര്യം. അതായത് ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ വളർന്നു എന്ന് എടുത്തെടുത്ത് പറയുന്ന ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ വന്ദേ മാതരം പാടിയാൽ ഇവർക്ക് എന്താണ് പ്രശ്നം വരുന്നത്? ഇന്ത്യയിൽ ജനിച്ചവർക്ക് പാടാനുള്ളതല്ലേ വന്ദേ മാതരം? അതോ ഈ പാകിസ്ഥാൻകാരെ ഇവിടെ ഇമോട്ട് ചെയ്തിട്ട് നമുക്ക് പാടാൻ നോക്കണോ? ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു സൈഡിൽ ഇന്ത്യനെ അപമാനിക്കുന്ന തരത്തിലാണ് ഈ കിടന്ന് കാണിക്കുന്ന കാട്ടായം. ഇവർക്കൊക്കെ എന്തും ഇവിടെ കാണിക്കാം, എന്തും ചെയ്യാം, എന്തും പറയാം. കാരണം ഇവിടെ ഭരിക്കുന്നത് ഇവരുടെയൊക്കെ ആളാണ്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, ലീഗ് പറയും നിയമം, ലീഗ് ഭരിക്കും കേരളം. അതേപോലെയാണ് ഇവിടുത്തെ അവസ്ഥ. അതായത് ഇന്ത്യയുടെ പതാകയും ഏന്തി നടു റോഡിലൂടെ ഇന്ത്യയിൽ ജനിച്ചു നാം, ഇന്ത്യയിൽ വളർന്നു നാം എന്ന് പറഞ്ഞ് ഇവർക്ക് ഇതിലൂടെ പ്രഹസനം കാണിച്ച് നടക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇവിടുത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പോലും വന്ദേ മാതരം മുഴുവൻ പാടാൻ പാടില്ല എന്നൊരു സർക്കുലർ ഇവർ അടിച്ചിറക്കി? നമ്മുടെ ചീഫ് സെക്രട്ടറി, കേരളത്തിലെ ചീഫ് സെക്രട്ടറി പറഞ്ഞത് എല്ലാ വകുപ്പുകളിലും നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു വന്ദേ മാതരം മുഴുവനായിട്ടും ആലപിക്കണമെന്ന്. പക്ഷെ ഇവർക്ക് മാത്രം വന്ദേ മാതരം മുഴുവനായിട്ട് ആലപിക്കാൻ പാടില്ല. അതിന് ന്യായീകരിച്ചുകൊണ്ട് വന്നേക്കുന്ന CPM-കാർ തന്നെയാണ്. അതായത് KT ജലീൽ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന കാര്യമുണ്ട്. എന്താണെന്നറിയോ? ബഹുദൈവ വിശ്വാസികൾക്ക് മാത്രം ഇതൊക്കെ ആലപിക്കാൻ പറ്റുകയുള്ളൂ, അല്ലാതെ ഏകദൈവ വിശ്വാസികൾക്ക് ഇതൊന്നും ആലപിക്കാൻ പറ്റില്ല, പാടില്ല എന്നാണ് പറയുന്നത്. എന്ന് മുതലാണ് ഈ CPM-കാരൊക്കെ സ്വാതന്ത്ര്യ സമരത്തേക്ക് അനുകൂലിക്കാൻ തുടങ്ങിയത്. സ്വാതന്ത്ര്യം നേടിയെടുത്ത ജവഹർലാൽ നെഹ്റുവിനെയും അതേപോലെ ഗാന്ധിജിനെയൊക്കെ ആദരിക്കാൻ തുടങ്ങിയത് എന്ന് മുതലാണ്. കോൺഗ്രസുകാരുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, കോൺഗ്രസുകാരുടെ ഭാഷ്യത്തിലായി, കോൺഗ്രസുകാരുടെ വീക്ഷണകോണിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും CPM-കാരെല്ലാവരും നമ്പർ 1 ഒറ്റുകാരാണ്. ചൈനയുടെ ചാരന്മാരെന്നല്ലേ നിങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നത്? അപ്പോൾ ചൈനയുടെ ചാരന്മാർക്കൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് പെട്ടെന്ന് കോൺഗ്രസുകാരുടെ പ്രേമം തോന്നിയോ? അതോ ജവഹർലാൽ നെഹ്റുവിനെയൊക്കെ ദൈവതുല്യനാക്കാൻ കാണാൻ തുടങ്ങിയോ? നിങ്ങൾക്ക് ദൈവവിശ്വാസികളല്ലെന്നല്ലേ നിങ്ങൾ പറയുന്നേ? അങ്ങനെയാണെങ്കിൽ KT ജലീലിന്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്തു നോക്കിയാൽ KT ജലീൽ സിമി പ്രവർത്തകനായിരുന്നു. സിമി ചെയ്യുന്ന അത്ര നല്ല കാര്യമൊന്നും അല്ലല്ലോ. ഉടലോടെ 72 ഹൂറിമാരെ കാണാമെന്നുള്ള രീതിയിൽ പല ലോകത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള സ്വയം പൊട്ടിത്തെറിച്ച് ചത്ത് ബാക്കിയുള്ള ആളുകളെ കൊന്ന് ഒടുക്കി അങ്ങ് കാണാത്ത ഹൂറികൾക്ക് വേണ്ടി ചെയ്തു കൂട്ടുന്ന ഒരു പ്രവർത്തകനായിരുന്നില്ലേ? സിമിയിലെ പ്രവർത്തകനായിരുന്നില്ലേ? ശരി, സിമിയിലെ പ്രവർത്തകനായിട്ട് സിമിന്ന് വിട്ടൊക്കെ മാനസാന്തരം വന്ന് മാറിയെങ്കിലും നിങ്ങളുടെ മനസ്സിലെ ആ ഒരു അന്ധകാരം ഒരിക്കലും മാറിയിട്ടില്ല എന്ന് പറയണം. കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ കാണിക്കുന്ന ഈ പേക്കൂത്ത്, അതായത് ഇന്ത്യൻ പതാക ഏന്തിയിട്ട് ഇമാതിരി കാട്ടങ്ങൾ കാണിക്കുന്ന ഈ ഒരു പേക്കൂത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെയൊക്കെ എന്താണ് വിളിക്കേണ്ടത്? അവസരവാദികൾ എന്നല്ലാതെ ഒന്നും നിങ്ങളെ പറ്റി പറയാനില്ല. കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെല്ലാം കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തില് വോട്ട് ബാങ്കിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഇത്ര നികൃഷ്ട ജന്മങ്ങളെ അകറ്റി നിർത്തുക തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം ഇവിടെ
വന്ദേ മാതരം പാടിയാൽ രാജ്യദ്രോഹ കുറ്റം പോലെയാണ് ചില ആളുകൾക്ക്. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ ഇതുപോലെ കാട്ടായം കാണിക്കുമ്പോൾ പ്രതികരിക്കുകയില്ല, ആരും പ്രതികരിക്കില്ല. അതേപോലെ ഗാസയിലെ കുഞ്ഞുങ്ങൾ ചത്തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ കരച്ചിലായി, മെഴുകലായി, അവർക്ക് വേണ്ടി മെഴുകുതിരി കൊളുത്തലായി, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയലായി, അവിടെ ഇവിടെ പ്രാർത്ഥന, എല്ലായിടത്തും പ്രാർത്ഥന, ഹാഷ്ടാഗായി. പക്ഷെ പെഹൽഗാമിൽ മതം ചോദിച്ച് 26 പേരെ കൊന്നൊടുക്കി കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയില്ല, റോഡ് ഉപരോധമില്ല, ഹാഷ്ടാഗ് വേണ്ട, ഒന്നും വേണ്ട, മെഴുകുതിരി കത്തിക്കേണ്ട, അവരുടെ പേര് പോലും അറിയേണ്ട, ഒന്നും വേണ്ട. ഗാസയിലെ കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ നാളത്തെ ഡോക്ടറും എഞ്ചിനീയർമാരും ഒക്കെ ആണെന്ന് ഘോര പ്രസംഗിക്കുന്ന ഇവർക്ക് ഇതൊക്കെ സംസാരിക്കാൻ മാത്രം ഇവിടെ നേരമില്ല. അപ്പോൾ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരെയും എല്ലാവരെയും ഇവർ വിലക്കെടുത്തിരിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്നത്. കാരണം പണ്ടൊക്കെ തീവ്രവാദികൾ എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ നിലയും വിലയും ഇല്ലാത്തവരായിരുന്നു. പക്ഷെ ഇന്ന് തീവ്രവാദികൾ എന്ന് പറയുമ്പോൾ അവരെ ഐഡന്റിഫൈ ചെയ്യാൻ തന്നെ നമുക്ക് പാടാണ്. കാരണം സമൂഹത്തിൽ ഉന്നത നിലയിൽ നിൽക്കുന്നവർ, പഠിപ്പുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, നല്ല ജോലിയുള്ളവർ, സമൂഹത്തിൽ നല്ല നാലാൾ അറിയുന്നവർ, ഇവരൊക്കെയാണ് ഒറ്റ നോട്ടത്തിൽ തീവ്രവാദികളാണ് നമുക്ക് തോന്നാത്ത വിധത്തിൽ ഇന്ത്യയെ തകർക്കാൻ അല്ലെങ്കിൽ കാർന്ന് തിന്നാനായിട്ട് പണം വിദേശത്ത് നിന്ന് പണം എത്തി ആ പണത്തിന്റെ മായാജാലത്തിൽപ്പെട്ട ഇന്ത്യയെ തന്നെ ഒറ്റുകൊടുക്കുന്ന കുറച്ച് ആളുകളിൽ ഒരുവരായി ഇന്ന് പലരും മാറിയിരിക്കുന്നു. അങ്ങനെ മാറിയിരിക്കുന്നവർക്ക് ഒന്നും ഇത് കാണുമ്പോൾ പ്രതികരിക്കാൻ തോന്നുകയില്ല. കാരണം പണത്തിന്റെ മേലിൽ പരുന്തും പറക്കില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ. ലീഗ് പറയും നിയമം, ലീഗ് ഭരിക്കും കേരളം എന്ന് പറയുന്നത് എത്രത്തോളം സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് FCRA ഭേദഗതി ബില്ലിനെ ഇവർ എതിർത്തത്. കാരണം വിദേശത്തുനിന്ന് പണം വരും, അതിന്റെ സോഴ്സ് കാണിക്കണം. ഇങ്ങനെയൊക്കെ മതപരിവർത്തനം നടത്താനും അതുപോലെ തീവ്രവാദ പ്രവർത്തനം നടത്താനും ഇവിടെ നിന്നുള്ള പണമല്ലല്ലോ, വിദേശത്തു നിന്നല്ലേ പണം വരുന്നേ. ആ വിദേശത്ത് പണം വരുന്നത് തടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ വയറ്റിപ്പഴപ്പ് മുട്ടിപ്പോവില്ലേ? ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടുത്തെ FCRA ഭേദഗതി ബില്ലിനെ ഇവർ ഏകകണ്ഠമായി നിയമസഭയിൽ എതിർത്തത്. അതായത് പ്രമേയം തന്നെ പാസ്സാക്കിയത്, LDF UDF ചേർന്ന് പ്രമേയം വരെ പാസ്സാക്കിയത്. അതായത് കേന്ദ്ര സർക്കാർ ഏതെങ്കിലും ഒരു ബില്ല് പാസ്സാക്കുമ്പോൾ അത് ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് പ്രമേയം പാസ്സാക്കാനായിട്ട് ബഹുമിടുക്കലാണ് ഇവിടുത്തെ LDF UDF കാര്യം. ഇതിനെല്ലാം എന്നാണോ തലയിടുക? അതായത് ഇവിടെ കേരളത്തിൽ ജീവിച്ച് ഇതൊക്കെ മലയാളം സംസാരിക്കുന്ന പാകിസ്ഥാനികൾ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം മലയാളികൾ തന്നെയാണ്, പ്രബുദ്ധ മലയാളികൾ എന്ന് നമ്മൾ മാർക്കിടുമ്പോൾ ടാഗ്ലൈനിലൂടെ യൂസ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഇത്തരത്തിൽ വന്ദേ മാതരത്തെ എതിർക്കുകയും ഇതേപോലുള്ള ഈ പേക്കൂത്തുകളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ശരിക്കും നമ്മുടെ കേരളം തന്നെ ലജ്ജിച്ച് തല താഴ്ത്തുകയാണ്. കാരണം വന്ദേ മാതരം പാട്ട് പാടാനാണ് ഇവർക്ക് ബുദ്ധിമുട്ട്. അത്രയേറെ ഇന്ത്യയുടെ ദേശീയഗീതത്തെ ഇവർ വെറുക്കുന്നുണ്ടെങ്കിൽ ഇവർ ജനിച്ച നാൾ മുതൽ ഇവരെ മനസ്സിലേക്ക് ഇൻജെക്ട് ചെയ്തു കൊടുക്കുന്ന ടെററിസത്തിന്റെ വിത്തുകളുണ്ടല്ലോ, ആ വിത്ത് വളർന്നു വരുമ്പോൾ ഇവർ നമ്പർ 1 മദനെ പോലുള്ള ടെററിസ്റ്റ് ആവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ ചെറിയ പിള്ളേര് പോലും വന്ദേ മാതരം പാടാൻ വിസമ്മതിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യം എന്താണ്? നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിച്ച കാലത്ത് ജാതി മത ഭേദമന്യേ വന്ദേ മാതരം പാടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അത് പാടാൻ പറ്റുകയില്ല. കാരണം അവരുടെ മനസ്സിൽ അവർ വളർന്നുള്ള സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഇൻജെക്ട് ചെയ്തു കൊടുക്കുന്ന ആ ഒരു വിഷമാണ് ഇന്നത്തെ നമ്മുടെ തീവ്രവാദം എന്ന് പറയുന്നത്. ആ തീവ്രവാദം പല മേഖലകളിലും പല ആളുകളെയും വിലക്കെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പലരും അതിന്റെ പിടിയിലാണ്. പക്ഷെ തുറന്നു സമ്മതിക്കാൻ പറ്റുകയില്ലെങ്കിലും ഇതാണ് നഗ്നമായിട്ടുള്ള സത്യം എന്ന് പറയുന്നത്. ഈ സത്യമാണ് നമുക്ക് തിരിച്ചറിയേണ്ടത്. കാരണം നമുക്ക് ചുറ്റുമുള്ളവർ നമ്മൾ എപ്പോഴും സുരക്ഷിതരല്ല. എപ്പോൾ വേണമെങ്കിലും മലയാളം സംസാരിക്കുന്ന പാകിസ്ഥാനികൾ കൂടി ചേർന്ന് മറ്റൊരു പെഹൽഗാമാക്കാൻ ഇവിടെ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ നമ്മളാണ് ഏറ്റവും കൂടുതൽ പ്രിക്കോഷൻസ് എടുത്തിരിക്കേണ്ടത്, മുൻകരുതൽ എടുത്തിരിക്കുക. കാരണം നമ്മുടെ ചുറ്റുമുള്ളതെല്ലാം സംരക്ഷിക്കുന്ന ആളുകളല്ല. കാരണം ഇവിടെ തന്നെ മലയാളം സംസാരിക്കുന്ന പാകിസ്ഥാനികൾ തന്നെ ഉദാഹരണമാണ്. ഗോദ്ര കേസ് നമുക്കറിയുന്നതാണ്. ഹിന്ദു മുസ്ലിംസ് സഹോദരന്മാരെ പോലെ നിന്നിട്ട് ഒരു സുപ്രഭാതത്തിലാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തുമായത്. എന്തുകൊണ്ട്? ഗോദ്ര കലാപം ട്രെയിനില് സഞ്ചരിച്ചിരുന്ന ആളുകളെ ട്രെയിനിൽ ബോഗി കത്തിച്ച് ചുട്ടുകൊന്നതിന്റെ പരിണിത ഫലമായിട്ട് തിരിച്ചടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ സഹോദരന്മാരെ പലരും തന്നെ അവിടെ നഷ്ടപ്പെട്ടു പോയതാണ്. ആദ്യമേ അവിടെ അക്രമം തുടങ്ങിയത് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളാണെങ്കിലും പക്ഷെ അതിന്റെ പരിണിത ഫലം അനുഭവിച്ചത് അവിടെ മര്യാദയ്ക്ക് ജീവിക്കുന്ന മുസ്ലിംസും ഹിന്ദുക്കളും മാത്രമാണ്. അങ്ങനെ ഒരു വർഗീയ ലഹള ഉണ്ടാക്കാൻ കേരളത്തിലും ഇവർ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കും. നമുക്ക് വിദൂരമൊന്നുമല്ല കശ്മീരി ഫയൽസ് എന്ന സിനിമയൊക്കെ ഇടയ്ക്ക് കാണുന്നത് നല്ലത് തന്നെയാണ്. പ്രബുദ്ധ മലയാളികൾ, പണ്ഡിറ്റുകൾ രാത്രിക്ക് രാത്രി പലായനം ചെയ്ത് പോരെ ഇവിടെ കേരളത്തിലെ ആളുകളും രാത്രിക്ക് രാത്രി പലായനം ചെയ്യേണ്ട അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. പ്രതികരിക്കുക, ഇതിനെല്ലാം കണ്ടും പൂട്ടി പ്രതികരിക്കുക എന്ന് മാത്രമുള്ളൂ. അതുപോലെ ശക്തമായ നടപടി സ്വീകരിക്കുക എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്.